വിശദമായ വാർത്തകളിലേക്കാണ്. അനിശ്ചിതകാല രാപ്പകൽ സമരം 36ാം ദിനത്തിലെത്തി നിൽക്കവേ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നു. സമരത്തെ നേരിടാൻ വൻ പോലീസ് സന്നാഹമാണുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, 36 ദിവസം, 1 മാസവും 6 ദിവസവും പിന്നിട്ടിരിക്കുമ്പോൾ ഈ ആശമാർ വലിയൊരു സമരത്തിലേക്ക്, പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. ഘട്ടം ഘട്ടമായി തന്നെ പ്രതിഷേധം സമാധാനപരമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് എത്തി നിൽക്കുന്നു. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം ഇന്ന് 36ാം ദിവസമാണ്. ഇന്നാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സംസ്ഥാനത്തുടനീളമുള്ള ആശാവർക്കർമാർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കുന്ന ഇന്ന് തന്നെയാണ് വിവിധ ജില്ലകളിൽ സർക്കാർ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏകദേശം 36 ദിവസം, ചെറിയ ദിവസമൊന്നുമല്ല, 1 മാസവും 6 ദിവസവും 36 ദിവസം വിവിധങ്ങളായിട്ടുള്ള സമര പരിപാടികളുമായി ആശാവർക്കർമാർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മഹാസംഗമം അടക്കം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെയാണ് ഈ 36 ദിവസമായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി ആശാവർക്കർമാർ രംഗത്തെത്തിയിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളമുള്ള ആശാവർക്കർമാരാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം തകർക്കുന്നതിന് വേണ്ടി തന്നെ, അല്ലെങ്കിൽ തകർക്കുന്നതിന് വേണ്ടി തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. ഏകദേശം 700 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തും മറ്റുമായി വിന്യസിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ സമരം അല്ലെങ്കിൽ ഈ പ്രതിഷേധം ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിഷേധം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഈ ഗേറ്റുകളിലേക്ക് പ്രവേശിക്കുന്ന കവാടങ്ങളിൽ അടക്കം തന്നെ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് സജ്ജമാക്കിയിട്ടുണ്ട്. ബാരിക്കേഡുകൾ കെട്ടിവെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ആശാവർക്കർമാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ അതിനെ ചെറുക്കാനുള്ള എല്ലാ നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ തന്നെയാണ് ഓരോ തരത്തിലുള്ള, അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും അത് തകർക്കാനുള്ള നടപടികൾ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇനി സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി വരാൻ സാധ്യതയില്ലെങ്കിൽ കൂടി അതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടികൾ തന്നെയാണ് ഇന്ന് സംഘടിപ്പിക്കുന്നത്. ചേച്ചി, ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയല്ലേ സംഘടിപ്പിക്കുന്നത്? എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്. ചേച്ചി, വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തുടനീളമുള്ള ആശാവർക്കർമാരടക്കം ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തായി എത്തിയിട്ടുണ്ടല്ലേ? കേട്ടില്ല. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയല്ലേ സംഘടിപ്പിക്കുന്നത്? ആണ്, തീർച്ചയായിട്ടും. ഞങ്ങൾ വിജയം വരെ ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ട് ഞങ്ങൾ പിന്മാറത്തുള്ളൂ. ഞാൻ വള്ളുവന്ന PHC-യിലെ ആശാവർക്കറാണ്. ഞങ്ങൾ പിന്മാറുന്നത് ഞങ്ങളെന്ന് വെച്ചാൽ തുച്ഛമായ വേതനം കൊണ്ടാണ് ഞങ്ങൾ എന്നുവെച്ചാൽ ദിവസവും പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾക്ക് ഡ്യൂട്ടിയും ഞങ്ങളുടെ ഫീൽഡ് വർക്കും ഞങ്ങളെല്ലാ ജോലികളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടേ ഞങ്ങൾ പിന്മാറത്തുള്ളൂ. വിജയം വരെ ഞങ്ങൾ സമരം ചെയ്യും. വിജയം ആകുന്നത് വരെ സമരം ചെയ്യും എന്നൊരു നിലപാട് തന്നെയാണ് ആശാവർക്കർമാർ പ്രധാനമായും സ്വീകരിക്കുന്നത്. ഈ സമരം ശക്തമാക്കുമ്പോൾ അത് പൊളിക്കാനുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വിവിധങ്ങളായിട്ടുള്ള പ്രതിഷേധങ്ങളും കൂടാതെ ഭീഷണികളടക്കം തന്നെ ആശാവർക്കർമാർ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ ഈ 36 ദിവസം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിക്കുമ്പോഴും അതിനെ നേരിടാൻ, അല്ലെങ്കിൽ അതിനെ തകർക്കാനുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ചേച്ചി, ഈ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയല്ല തീരുമാനം? ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സർക്കാർ ഇന്ന് പരിശീലന പരിപാടികൾ വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു സമരം പൊളിക്കാനുള്ള ഒരു നീക്കം തന്നെയല്ലേ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്? അതെ, അതുകൊണ്ടാണ് നമ്മളെ ഈ സമരം പൊളിക്കണം. പിന്നെ ഇപ്പം ഞങ്ങൾ ആലോചിക്കുന്നത്, ഞങ്ങൾ 36 ദിവസം ഇവിടെ നിന്നപ്പം നമ്മളെ ജനങ്ങളെല്ലാം കിടപ്പിലായി. അപ്പൊ ഞങ്ങൾ ആവശ്യമുണ്ട് ജനങ്ങൾക്ക്, മന്ത്രിക്ക് വേണ്ട, ജനങ്ങൾക്ക് വേണം. അതിന് എത്രയും പെട്ടെന്നൊരു നടപടി എടുക്കണം എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന്
അംഗീകരിക്കുമെന്നൊരു നിലപാട് തന്നെ. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ മാത്രമല്ല, ഞങ്ങൾക്ക് ഓർഡർ തരെയും വേണം. ഞങ്ങൾക്ക് നിങ്ങൾ വാക്കാലെ പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കൂല. അതിന്റെ പേപ്പർ കൈ തന്നാലേ മതിയാക്കൂല. ഇതുപോലെ തന്നെയാണ് ഈ പ്രതിഷേധ പരിപാടികൾ ഓരോന്നും മുന്നോട്ട് പോകുന്നത് തന്നെ. ഈ ചർച്ചയ്ക്ക് വിളിക്കണം ആരോഗ്യമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും വിചാരിച്ചാൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വിളിച്ച് ഇതിനൊരു പരിഹാരം കാണണമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ കഴിഞ്ഞ 36 ദിവസമായി ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത് വരികയാണ്. വിവിധ പ്രതിപക്ഷ പാർട്ടികളാണ് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്നടക്കം തന്നെ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ പങ്കെടുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ആശാമാർക്ക് ഭീഷണി അടക്കം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആശാ വർക്കർമാർ മുന്നോട്ട് പോകുന്നത്. അവർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ പിന്തുണ അർപ്പിച്ചുകൊണ്ട് വിവിധ പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തന്നെ സംസ്ഥാനത്തുടനീളമുള്ള ആശാ വർക്കർമാർ അടക്കം ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്തായി തടിച്ചുകൂടിയിട്ടുണ്ട്. ഇവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ സന്നാഹം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഏകദേശം 700 പോലീസുകാരെയാണ് ഈ സെക്രട്ടേറിയറ്റ് മറ്റുമായി വിന്യസിച്ചിരിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റിലെ ഓഫീസ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കൂടുതലായും പോകുന്നത് ഈ കണ്ടോൺമെന്റ് ഗേറ്റിലൂടെയാണ്. ആ ഭാഗമെല്ലാം തന്നെ ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ പ്രതിഷേധം എന്തായാലും ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയല്ലേ തീരുമാനം? സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിച്ചപ്പോൾ തന്നെ അതിന് മറുപടിയായിട്ട് പരിശീലന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നു. നിരവധി ആശാ വർക്കർമാർക്ക് ഭീഷണി ലഭിക്കുന്നുണ്ട്. അതിനെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇതിലൂടെ. നമ്മള് ഈ സ്ത്രീകള് സമരം നിർവഹിക്കുന്ന 36 ദിവസം കൊണ്ട് ഭരണകക്ഷിയുടെ യൂണിയൻ നേതാക്കന്മാര് വളരെ മോശമായ രീതിയിൽ ഉളവാക്കുന്ന രീതിയിൽ അവഹേളിച്ചുകൊണ്ട് ഓരോ ദിവസവും അത് ഞങ്ങൾക്ക് സമരത്തിന് ഊർജം പകർന്നു. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഉപരോധത്തിലേക്ക് പോകാൻ. തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആശുപത്രി അവിടെ എത്തിച്ചേരും. അവരെല്ലാം ആവേശജനമായിട്ട് തന്നെയാണ് വരുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ രാപ്പകൽ സമരമായി മുന്നോട്ട് പോകും. തീർച്ചയായും 36 ദിവസമായില്ലേ ഞങ്ങൾ വന്നത് ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയാ. ആവശ്യങ്ങൾ നേടാൻ ഞങ്ങൾ ഒരു കാരണവശാലും പുറകോട്ട് പോകില്ല. അവകാശം നമ്മൾ നേടിയിട്ടേ പോകും. അത് കിട്ടാതെ ഞങ്ങളൊരാളാണെങ്കിൽ പോലും ഞങ്ങൾ ഇവിടെ തന്നെ നേടിയിട്ടേ. ഇത് ഞങ്ങളെല്ലാവരും അല്ല വന്നിരിക്കുന്നത്, ഞങ്ങളുടെ പ്രതിനിധികൾ മാത്രമാണ്. തീർച്ചയായും ഇനി കൂടുതൽ ഇതിൽ നിന്ന് പുറകോട്ട് വന്ന പ്രശ്നമില്ല. 36 ദിവസമായി ഇവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള ഭീഷണികൾ ലഭിക്കുന്നു. ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സമരം പൊളിക്കുന്നതിനുള്ള നടപടികൾ അടക്കം തന്നെ ഉണ്ടാകുന്നു. എന്നിട്ട് പോലും ഈ സമരമായി മുന്നോട്ട് പോകുമെന്നൊരു നിലപാട് തന്നെയാണ് ആശാ വർക്കർമാർ പ്രധാനമായും സ്വീകരിക്കുന്നത്. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അല്ലെങ്കിൽ എത്രത്തോളം ഇവർ ഈ പ്രതിഷേധ പരിപാടിയുമായി അല്ലെങ്കിൽ സർക്കാരിനെതിരെ മുന്നോട്ട് പോകുന്നു എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം ജനങ്ങളുടെ പങ്കാളിത്തം തന്നെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വൃന്ദ, പിന്നെ തീർച്ചയായും സ്ത്രീ സുരക്ഷയ്ക്ക് അതിപ്രാധാന്യം നൽകുന്ന ഒരു സംസ്ഥാനമായിട്ട് 36 ദിവസം സ്ത്രീ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇവരെ നിയന്ത്രിക്കാൻ 700ഓളം പോലീസുകാരെ, അതായത് സമാധാനപരമായിട്ടുള്ള സമരം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആശാവർക്കർമാർ യാതൊരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിൽ അടക്കം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഇവരെ നിയന്ത്രിക്കാൻ, ഈ സ്ത്രീ ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ 700ഓളം വരുന്ന ഒരു പോലീസിനെ അവിടെ നിയോഗിച്ചിരിക്കുന്നത്, വിന്യസിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായും ഈ ആശാ വർക്കർമാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി തന്നെ സംസ്ഥാന സർക്കാർ ഏകദേശം 700ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ പരിസരത്തും മറ്റുമായി വിന്യസിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ സെക്രട്ടേറിയറ്റിലേക്ക് കടക്കുന്നതിനാവശ്യമായ നോർത്ത് സൗത്ത് പ്രതി കണ്ടോൺമെന്റ് ഗേറ്റിന്റെ പരിസരം അടക്കം തന്നെ ബാരിക്കേഡുകൾ വെച്ച് അടച്ചിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇത്രത്തോളം അല്ലെങ്കിൽ ഏകദേശം ഒരു മാസത്തോളം പിന്നിടുമ്പോഴും സംസ്ഥാന സർക്കാർ വിചാരിച്ചത്, ഒരുപക്ഷെ സർക്കാർ വിചാരിച്ചതും ഒരു മാസം കഴിയുമ്പോഴെങ്കിലും ഇവർ
പോകുമെന്നാണ്. പക്ഷെ അതിനും അല്ലെങ്കിൽ അത്രത്തോളം ജനപിന്തുണയാണ് ഇപ്പോൾ ഇവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളാണെങ്കിലും ഒരാൾ തങ്ങൾ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ സമര പരിപാടിയും അല്ലെങ്കിൽ രാപ്പകൽ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എത്രത്തോളം കഷ്ടപ്പെട്ടാണെങ്കിലും വെയിലാണെങ്കിലും മഴയാണെങ്കിലും തങ്ങൾ ഈ സമരപ്പന്തൽ തന്നെ ഇരിക്കും. സമരപ്പന്തലിൽ ഇരുന്ന് ഈ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നമുക്കറിയാം 36 ദിവസം കൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മഴയിൽ നനയുന്ന അല്ലെങ്കിൽ പോലീസുകാരടക്കം തന്നെ ഈ ടാർപ്പാള അയച്ചു മാറ്റുന്ന ഒരു കാഴ്ച അടക്കം തന്നെ കണ്ടതാണ്. കേന്ദ്ര സർക്കാർ അടക്കം തന്നെ അല്ലെങ്കിൽ കേന്ദ്രമടക്കം തന്നെ പിന്തുണയുമായി രംഗത്ത് വരുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അത്രത്തോളം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കം സമരപ്പന്തൽ സന്ദർശിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്താണെങ്കിൽ വി ഡി സതീശൻ തുടങ്ങിയ KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളടക്കം തന്നെ MP-മാരടക്കം തന്നെ സമരപ്പന്തൽ സന്ദർശിക്കുന്നു. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുന്നു. അത്തരത്തിൽ പാർലമെന്റിൽ വിഷയം ഉന്നയിച്ചതിനു ശേഷമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ആശാ വർക്കർമാർക്ക് വേതന വർധനവടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്നിട്ട് പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷമടക്കം തന്നെ സഭയിൽ ഈ വിഷയം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ ഉന്നയിക്കുമ്പോഴും സംസ്ഥാന സർക്കാരുടെ നിലപാടെന്ന് പറയുന്നത് ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം പറയുന്നത്. കൂടാതെ തന്നെ ഈ സമരം തുടങ്ങി 36 ദിവസമാകുമ്പോഴും ആകെ ഒരു തവണ മാത്രമാണ് ആരോഗ്യമന്ത്രി ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളൂ. ചർച്ചയ്ക്ക് പോലും വിളിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഒരു തവണ അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യം എന്താണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചർച്ച വിളിച്ചാൽ ഏകദേശം 6 മണിക്കൂർ കൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകും. അവർ ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് അല്ലെങ്കിൽ അവർ ചർച്ചയ്ക്ക് വിളിക്കുന്നത് കേൾക്കാൻ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ഇപ്പോഴും സമയം വൈകിട്ടില്ല. ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞങ്ങൾ പറയും, ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയും എന്ന് തന്നെയാണ് ആശാ വർക്കർമാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ആകെ ഓണറേറിയം മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. മറ്റ് ആവശ്യങ്ങളുണ്ട്. ഓണറേറിയം 21,000 രൂപയായി പ്രഖ്യാപിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, മാനദണ്ഡങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടിയുണ്ട്. ആ ആവശ്യങ്ങളിൽ കൂടി ഒരു തീരുമാനമാകുന്നത് വരെ ഈ പരിപാടിയും അല്ലെങ്കിൽ രാപ്പകൽ സമരമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. 36 ദിവസമാകുമ്പോഴും ഒരു തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല. ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും തയ്യാറാകുന്നില്ല. അത് തന്നെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ പറയാൻ സാധിക്കും. കാരണം ഈ മഹാസംഗമത്തിലടക്കം തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ തന്നെയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം ആളുകളുടെ പങ്കാളിത്തം ഈ മഹാസംഗമത്തിലടക്കം ഉണ്ടാകുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. കൂടാതെ തന്നെ നിയമസഭയിലേക്കുള്ള പ്രതിഷേധ മാർച്ച് അടക്കം സംഘടിപ്പിച്ചിരുന്നു. ഈ പ്രതിഷേധ മാർച്ചിലടക്കം തന്നെ KK രമ MLA അടക്കം തന്നെ പങ്കെടുത്തിരുന്നു. അത്രത്തോളം ഈ പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ പിന്തുണയുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ പ്രതിപക്ഷം അടക്കം തന്നെ പിന്തുണയുമായി രംഗത്ത് വരുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എത്രത്തോളം അല്ലെങ്കിൽ തങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും എത്ര ഞങ്ങളെ അടിച്ചമർത്താൻ നോക്കിയാലും അത്രത്തോളം ശക്തിയായി തന്നെ തിരിച്ചു വരും. അത്രത്തോളം ശക്തിയായി തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കും. സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാർ നടപടി സ്വീകരിക്കുന്നത് വരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ചേച്ചി, ഈ സമരവുമായി മുന്നോട്ട് പോകും, കൂടാതെ മുന്നോട്ട് പോകുമെന്ന് തന്നെയല്ലേ പറയുന്നത്? സമരമായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ രാപ്പകൽ സമരം അംഗീകരിക്കുന്നത് വരെ സമരത്തിലായിരിക്കും. നിങ്ങൾ ഈ സമരം ഇന്നിവിടെ നടത്തുമ്പോൾ സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കുമ്പോൾ വിവിധ ജില്ലകളിൽ ഈ പരിശീലന പരിപാടികളൊക്കെ ആശാ വർക്കർമാർക്കായി ഇന്ന് പരിശീലന പരിപാടിയാണെന്ന് 10 മണി വരെ 1 മണി വരെയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ 25 ആശമാര് വട്ടിയൂർക്കാവ് സെന്ററിലുണ്ട്. ഞങ്ങൾ ആരും ഇതില് സമരത്തിലാണ്. ഞങ്ങളെ ആനുകൂല്യം നേടിയെടുത്തല്ലാതെ ഞങ്ങൾ ഈ സമരപന്തലിൽ നിന്ന് പോകുകയും 36 ദിവസമായിരുന്നു. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരപന്തലിൽ നിന്ന് നീങ്ങില്ല എന്ന് തന്നെയാണ് ആശാ വർക്കർമാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്, അത്രത്തോളം ഞങ്ങൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പോലും ഇതിലൊരു നടപടി ഉണ്ടാക്കുകയാണെങ്കിൽ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ആശാ വർക്കർമാർ ഇനിയും ഒരു നടപടി സ്വീകരിക്കണം, ഇനിയെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം. എന്തിനാണ് സർക്കാർ
എന്തിനാണ് ഇത്തരത്തിൽ പിടിവാശി കാണിക്കുന്നത് എന്ന് തന്നെയാണ് ആശാ വർക്കർമാർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തിനാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇത്ര പിടിവാശി കാണിക്കുന്നത്? ഈ സ്ത്രീകളോടാണോ തങ്ങളുടെ കരുത്ത് കാണിക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ആശാ വർക്കർമാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ 36 ദിവസമാണ്, ഒരു മാസത്തിലധികം പിന്നിട്ടു ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്താൻ തുടങ്ങിയിട്ടും എന്നിട്ട് പോലും ഒരു നടപടി സ്വീകരിക്കുന്നില്ല. അതിനിടയിൽ തന്നെ നിരവധിയായിട്ടുള്ള ഭീഷണികൾ അടക്കം വരുന്നു. CPM അടക്കം തന്നെ ഭീഷണിപ്പെടുത്തുന്നു, ഫോണിലൂടെ വിളിച്ച് സന്ദേശം അയച്ച് ഭീഷണിപ്പെടുത്തുന്നു, വീട് കയറി ഭീഷണിപ്പെടുത്തുന്നു തുടങ്ങിയ ആരോപണങ്ങൾ അടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എത്രത്തോളം അല്ലെങ്കിൽ തങ്ങളെ എത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിച്ചാലും അത്രത്തോളം ശക്തി ആർജിച്ച് രംഗത്ത് വരുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്ന് സഭ ചേരുന്നുണ്ട്. സഭയിലടക്കം ഈ വിഷയം ഉന്നയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം നിഷേധം എത്രത്തോളമാണ് ജനങ്ങളെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം പിന്തുണയ്ക്കുന്നുണ്ട്, ആശാ വർക്കർമാരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് എന്നത് തെളിയിക്കുന്നത് തന്നെയാണ് ഈ കാണുന്ന അല്ലെങ്കിൽ ദൃശ്യങ്ങളിൽ കാണുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണുന്ന ആശാ വർക്കർമാർ എന്ന് പറയുന്നത്. മഹാസംഗമത്തിലടക്കം നിരവധി പേർ പങ്കെടുത്തിരുന്നു. അത് വലിയ വിജയമായിരുന്നു. അതിന് പിന്നോടിയായാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധമടക്കം സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും കോവിഡ് കാലത്തടക്കം തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആശാവർക്കർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് പോലും സർക്കാർ അന്ന് മാലാഖമാരെന്ന് വാഴ്ത്തപ്പെട്ട നഴ്സുമാരുടെ കൂടെ തന്നെ മാലാഖമാരെന്ന് വാഴ്ത്തപ്പെട്ട ജനവിഭാഗമാണ് ഇന്ന് തെരുവിലിറങ്ങി സർക്കാരിനോട് തങ്ങളുടെ ആവശ്യം പരിഗണിക്കണമെന്ന ആവശ്യവുമായി പ്രതിഷേധത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ വിനയ നിരവധി തവണ 36 ദിവസം പിന്നിട്ടപ്പോൾ പല ഘട്ടങ്ങളിലായിട്ടാണ് ഇവരുടെ സമരമുറകളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. 2 തവണകളിലായി തന്നെ ഈ മഹാസംഗമം സംഘടിപ്പിക്കുന്നു. ഒപ്പം തന്നെ പൊങ്കാല ദിവസത്തിൽ സർക്കാരിന്റെ മനസ്സലിയണം, തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞ് പ്രതിഷേധ പൊങ്കാലയടക്കം സമരവേദിയിലേക്ക് എത്തിപ്പിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ സർക്കാരിന്റെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ കാണുകയുണ്ടായി. എന്റെ പഞ്ചായത്തിൽ 24 ആശാ വർക്കർമാരുണ്ട്. 23 പേര് തീർച്ചയായും അതുല്ല. ഈ ഒരു 36 ദിവസം കൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള അല്ലെങ്കിൽ ആശാ വർക്കർമാരുടെ സമരം പൊളിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം ഈ ജില്ലകളിലടക്കം തന്നെ വോളണ്ടിയർമാരെ കണ്ടെത്തുന്നതിനുള്ള ഉത്തരവ് ആരോഗ്യ വകുപ്പ് ഇറക്കുന്നു. അതിനുശേഷം ഈ പരിശീലന പരിപാടികൾ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കുന്ന ഇന്ന് പല ജില്ലകളിലുമായി പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. എന്റെ ചേച്ചിമാര് അനിയത്തിമാര് ഞങ്ങളൊപ്പം നിൽക്കുന്ന ഓരോ പ്രവർത്തകരും വെയിലും മഴയും കൊണ്ട് ഇവിടെ നിൽക്കുമ്പോ ഒരു നേരെങ്കിലും വന്നിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് പ്രയത്നം പറയാനാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന നേരിട്ട് കാണാൻ അത്ര പോലും ഞങ്ങൾ പല പ്രാവശ്യം 36 ദിവസത്തോളമായി ഇവരുടെ സമരം, രാപ്പകൽ സമരം ഇവിടെ തുടങ്ങിയിട്ട് രാവെന്നോ പകലെന്നോ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ഈ സ്ത്രീ ജനങ്ങളാണ് ആശാ വർക്കർമാർ ഈ സമൂഹത്തിൽ എല്ലാവിധ പിന്തുണയും നൽകി ആരോഗ്യ പ്രവർത്തനങ്ങളിൽ മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നടക്കുന്ന ആശാ പ്രവർത്തകരാണ് ഇപ്പോൾ തെരുവിലിറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പരസ്പരം പഴിചാരിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. ഈ ഒരു അവസരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അധികൃതരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. എന്തെന്ന് വെച്ചാൽ 7,000 രൂപ നിങ്ങൾക്ക് അതിന് മെനിക്കാവുള്ളൂ. 7,000 രൂപയ്ക്ക് ഏത് കുടുംബം നമ്മുടെ 20,000 രൂപയ്ക്ക് ഏത് കുടുംബം നമ്മുടെ ജീവിക്കും? ഈ 7,000 എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? 4 മാസം കൂടുമ്പോൾ സർക്കാർ സെക്രട്ടേറിയറ്റ് ഉപരോധം തടയാനായി 700ഓളം പോലീസിനെയാണ് നിലവിൽ പ്രധാന ഗേറ്റിലെല്ലാം തന്നെ കനത്ത സുരക്ഷയൊരുക്കി 100 കണക്കിന് പോലീസ് സംഘത്തെ വിന്യസിച്ചിരിക്കുന്നു. കഴിഞ്ഞ 36 ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ രാപ്പകൽ സമരം ചെയ്യുന്ന ആശമാർ സർക്കാർ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ഒരു സമരം ഇപ്പോൾ നടക്കുന്നത്.
ഇവരെന്താ വിചാരിച്ചിരുന്നെന്ന് വെച്ചാൽ ആശമാർക്ക് പുറമെ വിവിധ സംഘടനകളും പിന്തുണയുമായി ഉപരോധത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ പ്രതിപക്ഷ പാർട്ടികളും ഇവർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 36ാം ദിവസത്തിലേക്ക് എത്തിയ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നിയമ ലംഘന സമരത്തിലേക്ക് പോലും ഈ ഒരു ആശമാർ കടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് എത്തുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ആശമാർ ഇവിടെ പ്രതിഷേധ പരിപാടികൾ സമരങ്ങളെല്ലാം തന്നെ സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുമായി യാതൊരു തരത്തിലുള്ള പ്രതികരണവും അതല്ലെങ്കിൽ ഒരു സന്ധി ചർച്ചയ്ക്ക് ഇവരെ വിളിച്ചിരുന്നില്ല എന്നതാണ് പ്രധാനമായും. ഓണറേറിയം മാത്രമാണ് നിലവിൽ ഇവർക്ക് ഇത്രയും ദിവസത്തെ 36 ദിവസത്തെ സമരത്തിനൊടുവിൽ ഓണറേറിയം മാത്രമാണ് നിലവിൽ അനുവദിച്ചിരുന്നതും കെട്ടിക്കിടന്നിട്ടുള്ള പൈസയാണ് അവർക്ക് ലഭിച്ചിരുന്നത്. നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളാണ് നിലവിൽ ആശമാർ ഉന്നയിച്ചിരിക്കുന്നത്. അവരുടെ ഓണറേറിയം 21,000 രൂപയായി ഉയർത്തണം. ഒപ്പം തന്നെ നിരവധി ആവശ്യങ്ങൾ ഇവർ പങ്കുവയ്ക്കുന്നു. ഇന്ന് വിവിധ ജില്ലകളിലെ ആശാ വർക്കർമാർക്കായി പാലിയേറ്റീവ് പരിശീലന പരിപാടി അടക്കം ആരോഗ്യ വകുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഒരു 36ാം ദിവസത്തിലേക്ക് സമരം കടക്കുമ്പോൾ ഇത്തരത്തിൽ സമരത്തെ നേരിടാൻ വലിയൊരു പോലീസ് സന്നാഹത്തെ അടക്കമാണ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്ന് വിവിധ ജില്ലകളിലെ ആശാ വർക്കർമാർക്കായി പാലിയേറ്റീവ് പരിശീലന പരിപാടി അടക്കം തന്നെ ആരോഗ്യ വകുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. വിനയ, ഇത്തരത്തിൽ ഈ 36ാം ദിവസത്തേക്ക് അനിശ്ചിതകാല രാപ്പകൽ സമരം നീണ്ട ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഈ ഒരു 36ാം ദിവസത്തിൽ തന്നെ ഇവർ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഈ ദിവസത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു ഈ പാലിയേറ്റീവ് പരിശീലന പരിപാടി അടക്കം സംഘടിപ്പിച്ചതിലുള്ള കാരണങ്ങളൊക്കെ വ്യക്തമാക്കും. വൃന്ദ, ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ആരോഗ്യ വകുപ്പ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഉത്തരവിൽ പ്രധാനമായും വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ന് വിവിധ ജില്ലകളിലായും ആശാ വർക്കർമാർക്ക് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ എല്ലാ ആശാ വർക്കർമാരും പങ്കെടുക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് അടക്കം സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കാരണം ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിക്കുന്ന ദിവസം അത് പൊളിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് തന്നെ പ്രതിഷേധമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എത്രത്തോളം അല്ലെങ്കിൽ തങ്ങളുടെ പ്രതിഷേധം എത്രത്തോളം തകർക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം തന്നെയാണ് ആശാ വർക്കർമാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്ന് പരിശീലന പരിപാടികൾ ഇനി എന്താണ് തങ്ങൾക്ക് പരിശീലനം നൽകാനുള്ളത്? തങ്ങൾക്ക് ഇത്രയും കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലത്തോളം തങ്ങൾ ഈ പണി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ആശാ വർക്കർമാരായി ജോലി ചെയ്യുന്നതാണ്. ഇനി എന്താണ് തങ്ങൾക്ക് പരിശീലനം നൽകാനുള്ളത് എന്നൊരു ചോദ്യം തന്നെയാണ് ആശാ വർക്കർമാർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എത്രത്തോളം അല്ലെങ്കിൽ ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ ശക്തിയായി മുന്നോട്ട് വരും. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആശാ വർക്കർമാർ കഴിഞ്ഞ 36 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുമ്പോഴും നിരവധിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ സമരം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിന് പിന്നാലെ എന്നോണമാണ് വീണ്ടും ഇത്തരത്തിലൊരു നടപടിയുമായി ആരോഗ്യ വകുപ്പ് രംഗത്ത് വരുന്നത്. എത്രത്തോളം അല്ലെങ്കിൽ ഈ സമരത്തെ പൊളിക്കാമെന്നൊരു ചിന്ത സർക്കാരിന് വേണ്ട. ഈ സമരം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. തങ്ങളെ അവഗണിക്കാൻ ശ്രമിക്കുകയാണ്. സർക്കാർ കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നടക്കം ആശാ വർക്കർമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ 36 ദിവസം കൊണ്ട് തന്നെ വിവിധ പ്രതിപക്ഷ പാർട്ടികളാണ് പിന്തുണയുമായി രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കം ഈ സമരപന്തൽ സന്ദർശിക്കുകയും ഇവർക്ക് പിന്തുണ അറിയിക്കുകയടക്കം ചെയ്തിരുന്നു. അന്ന് തന്നെ ഈ കേന്ദ്രത്തോട് ഈ ആശാ വർക്കർമാരുടെ സമരം ഉന്നയിക്കുമെന്നൊരു ആവശ്യം അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ പാർലമെന്റിൽ എംപിമാരടക്കം ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയും ഈ പാർലമെന്റിൽ ഈ കേന്ദ്ര മന്ത്രി അടക്കം തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി അടക്കം തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവരുടെ പ്രതിഷേധം ആരംഭിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന്റെ ഭാഗമായുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. നിരവധിയായിട്ടുള്ള സംസ്ഥാനത്തുടനീളമായിട്ടുള്ള ആശാ വർക്കർമാരാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും മഹാസംഗമമാണ് നിയമസഭാ പ്രതിഷേധ മാർച്ചാണെങ്കിലും
മാർച്ചിലടക്കം തന്നെ നിരവധിയായിട്ടുള്ള ആശാ വർക്കർമാർ പങ്കെടുക്കുകയും അത് വലിയ രീതിയിൽ വിജയം കാണുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കുമ്പോൾ പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ നടത്തുന്നത്. സെക്രട്ടേറിയറ്റിൽ പ്രതിഷേധ പ്രകടനമാണ് നടത്തുന്നത്. നിരവധിയായിട്ടുള്ള ഇവർ സെക്രട്ടേറിയറ്റിന് ചുറ്റുമാണ് ഈ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. തുടർന്ന് പോലീസ് അടക്കം വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ച് ആശാവർക്കർമാർ നടത്തുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം പുരോഗമിക്കുകയാണ്. വിവിധങ്ങളായ ആവശ്യങ്ങളാണ് നിലവിൽ ഇവർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 36 ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ രാപ്പകൽ സമരം ചെയ്യുന്ന ആശമാരെ സർക്കാർ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം കടുപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ആശമാർ ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ചത്. ആശമാർക്ക് പിന്തുണയുമായി വിവിധ സംഘടനകളും ഒപ്പം തന്നെ വിവിധ പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ രംഗത്തെത്തിയിരുന്നു. 36 ദിവസത്തിലേക്ക് എത്തിയ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കാത്ത പശ്ചാത്തലത്തിലാണ് വലിയൊരു സമര പരിപാടിയുമായി ആശാവർക്കർമാർ, സ്ത്രീജനങ്ങൾ ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക, സർക്കാർ ഇവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കണം എന്നൊരു ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ ഏർപ്പാടാക്കുക തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് വിവിധ ജില്ലകളിലായ ആശാ വർക്കർമാർക്കായി പാലിയേറ്റീവ് പരിശീലന പരിപാടികളെല്ലാം തന്നെ ആരോഗ്യ വകുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഒരു സമരം പൊളിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു ദിവസം തന്നെ വലിയൊരു സമര പരിപാടി ആശമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അതേ ദിവസം തന്നെ ഇത്തരത്തിൽ ഒരു പാലിയേറ്റീവ് പരിശീലന പരിപാടി ആരോഗ്യ വകുപ്പ് നിശ്ചയിച്ചത് എന്നാണ് ആശമാർ പറയുന്നത്. ഇതിൽ വലിയ രീതിയിൽ തങ്ങളുടെ ഈ ഒരു സമരം തകർക്കാനുള്ള പദ്ധതിയാണ് സർക്കാർ ഇടുന്നത്. സംസ്ഥാന സർക്കാരിനെ മാത്രം ആശ്രയിച്ചാണ് ഇവർ ഇവിടെ എത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി, തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ അവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും ആ ഒരു പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. സർക്കാർ തങ്ങളെ കേൾക്കും, സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങളെ അംഗീകരിക്കും എന്നുള്ള പൂർണ്ണമായുള്ള ഒരു പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ, സംസ്ഥാന സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു 36 ദിവസം പിന്നിടുമ്പോഴും ആശാപ്രവർത്തകർ അവിടെ സമരവുമായി എത്തിയിരിക്കുന്നത്. സമരം തങ്ങൾ ആരും ശത്രുക്കളല്ല, തങ്ങൾക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകുക എന്നൊരു ആവശ്യവുമായിട്ടാണ്. തങ്ങൾ യാതൊരു തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഒന്നും കടക്കുന്നില്ല. സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നടത്തി വന്നിരുന്നത്. എന്നാൽ 36 ദിവസത്തിലേക്ക് എത്തിയപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സമര പരിപാടിയിലേക്ക് കടക്കുകയാണ്. സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.